ഇവരെ കൂടെ പൂട്ടാൻ പറ്റിയ വേറൊരു ടീമുണ്ട്, തബ്ലീഗ് ജമാഅത്ത് എന്നാണ് അവനെ പറയുന്നത്. ഇവരെ മുമ്പിൽ വെച്ച് പൂട്ടാവുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കോലം കൊണ്ട്, വേഷം കൊണ്ട്, സംസാരം കൊണ്ട്, ഇടപെടൽ കൊണ്ടും തിരിച്ചറിയാൻ കഴിയില്ല. അയാളൊക്കെ പാടെ മേത്തോടെ ഇട്ടിട്ടാണ് നടക്കുക. സുന്നികളെക്കാളും നല്ല വേഷമായിരിക്കും. തബ്ലീഗ് ജമാഅത്തുകാർ ദഅവത്ത് നടത്തുന്നില്ലേ? ഉണ്ട്. തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് അതൊരു സൈലന്റ് വഹാബിസമാണ് എന്നാണ്. സൈലന്റ് വഹാബിസം, ഷുഗർ പോലത്തെ അസുഖമാണ് തബ്ലീഗ് ജമാഅത്ത്. അതൊന്നും വെറുതെ ഇങ്ങനെ പറയല്ല. ഒരാൾക്ക് ഇന്ന് ഷുഗർ ഉണ്ടായിരുന്നെങ്കിൽ നാളെ അയാള് മരിക്കൊന്നുമില്ല, അയാൾ പതാത്തുകളെ മരിക്കുള്ളൂ. പക്ഷെ ആ ഷുഗർ പതുക്കെ പതുക്കെ പിടിച്ച് അങ്ങനെ എടുക്കും. അതാണ് തബ്ലീഗ് ജമാഅത്ത് എന്നാണ് സൈലന്റ് വഹാബിസം. കൂടുതൽ വിശദീകരിക്കുന്നില്ല. തബ്ലീഗ് ജമാഅത്തിന്റെ അറിയപ്പെടുന്ന പ്രഭാഷകനായിരുന്നു സുബൈർ മൗലവി അൽ കൗസരി. അദ്ദേഹം വരട്ടെ. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ആ പ്രസംഗത്തിന്റെ ആ പ്രസംഗം കേട്ടാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അദ്ദേഹം എന്താ പറയുന്നത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിന്റെ പേരിൽ ഞങ്ങളെ വഹാബി നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ അതിൽ അഭിമാനം കൊള്ളുന്നു. അതുപോലെ ബാക്കി ഏതാണ് സിയാസാക്കി കഴിഞ്ഞ അതിനൊച്ചരല്ല പറയട്ടെ. അദ്ദേഹം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിക്രൂരമായി അവരെ ആക്ഷേപത്തിന് വിധേയമായി പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1703 ജന്മം കൊണ്ട ഈ രണ്ട് മഹാപണ്ഡിതന്മാർ. തബ്ലീഗ് ജമാഅത്തിന്റെ വലിയ പ്രഭാഷകനായിരുന്ന സുബൈർ മൗലവി അൽ കൗസരി പറയട്ടെ. ഞങ്ങൾക്കൊരു മടിയില്ല. എന്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എന്ന് പറയാൻ യാതൊരു മടിയും നിങ്ങൾക്ക് മടിയില്ലാന്ന് ഞങ്ങൾക്ക് ആദ്യം തന്നെ അറിയാം. അവിടെ ഞങ്ങളെ പിടിച്ചാണ് പുറത്തിട്ട്. നിങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ അംഗീകരിക്കണവരാണെന്ന് ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർക്ക് അറിഞ്ഞതുകൊണ്ടാണ് 1965 കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ യോഗത്തിൽ തീരുമാനമെടുത്തിട്ട് പുറത്തു കൊണ്ടിട്ടത്. ആ സമസ്തന്റെ ആചാര്യങ്ങൾ ആരാണ് മനസ്സിലാക്കിയത്? ബാക്കി അതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ വഹാബികളെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോടി, അഭിമാനത്തോടെ ഞങ്ങൾ തോൽക്കുള്ളൂ. അങ്ങനെ പറയണം. നിങ്ങള് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ അംഗീകരിച്ചത് കൊണ്ട് നിങ്ങളെ വഹാബികൾ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് അതിൽ അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി ഞങ്ങളെയും ത്യാസാക്കിക്കോളാം. കോലത്തിൽ ഇവിടെ ചർച്ചയില്ല. വിശ്വാസമാണ് പ്രധാനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, അമലുകളില്ലേ ഉണ്ട്, സുന്ദരമായ വേഷല്ലേ ഉണ്ട്, സമൃദ്ധമായ താടിയില്ലേ ഉണ്ട്, 10 മിനിറ്റ് സംസാരിച്ചാൽ 25 സുബ്ഹാനല്ലാഹ് പറയണില്ലേ ഉണ്ട്, നിസ്കാരല്ലേ നിസ്കാരമുണ്ട്, ഞെരിയാണിന്റെ മുകളിൽ ഫാൻ ഇടുന്നില്ലേ ഉണ്ട്, സാധുക്കളെ സഹായിക്കണില്ലേ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇല്ലാന്നൊന്നും നമ്മൾ പറയണില്ല. ഇല്ലാതെയായിപ്പോയത് പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയി എന്നതാണ്. അതുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് വല്ല മുതലാളിമാരും ഇത് ശരിയാണെന്ന് ധരിച്ച് ഇവരുടെ പിന്നാലെ കോലം കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവസാനം രക്ഷപ്പെടുത്താൻ ഒരാളുണ്ടാവില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 965 തീരുമാനമെടുത്തിട്ടുണ്ട്. ആ 955 ഉറുദുവിൽ മാത്രമാണ് അന്ന് അവർക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്ന് മലയാളത്തിലുണ്ട്. 29/8/1965